പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ദൈവജനത്തെയും യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യയുടെ വൈകിയ വേളയിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ വലിയ ഭാഗ്യ പദവിക്കായി കർത്താവിനെ കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം ദൈവമായിട്ടുള്ള ആഴമേറിയ ബന്ധങ്ങളും പരസ്പരം നമ്മളെ ഊട്ടി ഉറപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിച്ചു. നമ്മുടെ ശ്രേഷ്ഠതയോ നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ നമ്മുടെ സാമർഥ്യമോ ഒന്നുമല്ല. ഇന്ന് രാത്രി നമ്മളെ ഓരോരുത്തരും നിലനിർത്തിയിരിക്കുന്നത് യേശു കർത്താവിന്റെ കരുണയത്രേ. ആ യേശു കർത്താവിന്റെ കരുണയില്ലാതെ ലോകത്തിൽ ആർക്കും ജീവിപ്പാൻ കഴിയത്തില്ല. ദുഷ്ടനും നീതിമാനും എല്ലാം ഒരുപോലെ വെളിച്ചവും വെട്ടവും സകല നന്മയും കൊടുക്കുന്ന കർത്താവ് ഓരോ മനുഷ്യന്റെയും മടങ്ങിവരവ് ആഗ്രഹിച്ച് ഇന്നും ഈ വൈകവേളയിലും പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി നമ്മുടെ പേർ ചൊല്ലി വിളിച്ചു മധ്യസ്ഥ ചെയ്യുന്ന നമ്മുടെ നല്ല യേശു കർത്താവിനെ ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ ഉയർത്തുവാൻ ദൈവം നിന്ന ഭാഗ്യ പദവിക്കായി സ്തോത്രം ചെയ്യുന്നു. അനേക വ്യക്തിജീവിതങ്ങളെ, അനേക മനം തകർന്നവരെ, അനേക രോഗബന്ധനത്തിലായിരുന്നവരെ, ആർക്കും വേണ്ടാത്തവരെ, ജീവിതം നിരാശ കൊണ്ട് നശിച്ചവരെ, പ്രതീക്ഷയില്ലാതെ ജീവിതത്തിൽ ഓടി നടന്നവരെ, നീ ഒരു രക്ഷയില്ല എന്ന് ജീവിതത്തിൽ വിധി എഴുതിയ ആയിരക്കണക്കിന് ആൾക്കാരെ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ വചനം വെടിവെപ്പാനിടയായെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒത്തിരി മാനുഷിക ലാഭങ്ങളോ മാനുഷിക നഷ്ടങ്ങളോ നോക്കാതെ സ്തോത്രം എന്റെ കർത്താവിന്റെ വചനം പറയുവാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ ദൈവം ഞങ്ങളെയും പ്രാപ്തരാക്കി. സ്തോത്രം. സകലവും തികഞ്ഞിട്ടല്ല എന്നാൽ ക്രിസ്തുവിന്റെ വചനം ദാഹിക്കുന്നതിന് കൊടുക്കുവാൻ, വിശപ്പുള്ളവന് കൊടുക്കുവാൻ, സമീപത്ത് കൊണ്ട് കൊടുക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ ചെയ്ത ഉപകാരങ്ങൾ അത് സ്തോത്രം. ഞങ്ങളുടെ കർത്താവില്ല എങ്കിൽ, നമ്മുടെ യേശു കർത്താവില്ല ഇല്ല എങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് എത്രയുണ്ടെങ്കിലും ഏറ്റവും വലിയ ശൂന്യതയായിരിക്കും. ഇന്ന് രാത്രി സന്തോഷത്തോടെ നിങ്ങളുടെ പാദപീഠത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പാദപീഠത്തിലായിരുന്നുകൊണ്ട് ദൈവത്തിന്റെ ജീവനുള്ള വചനത്തെ തരുവാൻ, അത് വിളമ്പുവാൻ, അത് ഭക്ഷിപ്പാൻ, പാനം ചെയ്യുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് അല്പസമയം ദൈവത്തിന്റെ വചനം ചിന്തിക്കാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിലെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷയത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ഈ വലിയ സ്തോത്രം ദൈവിക മർമ്മങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ സ്തോത്രം വിളമ്പുവാൻ സ്വർഗം നിന്ന ഭാഗ്യ പദവിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇപ്രകാരം പറഞ്ഞു, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മൾ പ്രാപ്തരായതല്ല, അവൻ നമ്മളെ പ്രാപ്തരാക്കിയത്. നമ്മൾ നേടിയതല്ല, അവൻ നമുക്ക് തന്നതാണ്. നമ്മൾ നിന്നതല്ല, അവൻ നമ്മളെ നിലനിർത്തിയതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരെങ്കിലും സ്വന്തം കഴിവോ മിടുക്കോ സാമർഥ്യമോ പ്രാഗൽഭ്യമോ പറയുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മളൊന്നും നേടിയിട്ടില്ല, നമ്മളൊന്നും വാങ്ങിയിട്ടില്ല, നമ്മളൊന്നും സ്വന്തമായിട്ട് നേടിയതല്ല. എന്തിനു പറയുന്നു? അധികാലത്ത് നമ്മൾ ഉണരുമ്പോ സ്വർഗത്തിലെ കർത്താവിന്റെ വലിയ മനസ്സലിവാണ് നമ്മളെ ഉണർത്തുന്നത്. രാത്രി കിടന്നുറങ്ങി പകൽ ഉണരാതെ എത്രായിരം ജീവിതങ്ങൾ ഒരു പകൽ സമയത്ത് ഈ ലോകത്ത് യാത്ര പറയുന്നു. ദൈവം ഉണർത്താതെ ഒരു മനുഷ്യന് ഉണരാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. അവനെ വിളിക്കുന്നവരെയും അവനെ വിളിക്കാത്തവരെയും അവനെ സേവിക്കുന്നവരെയും അവനെ അറിയാത്തവരെയും ദൈവമില്ലെന്ന് പറയുന്നവരെയും അതത് സ്ഥാനത്ത് ദൈവം എല്ലാവർക്കും നല്ലവനായി തന്നെ വെളിപ്പെടുന്നു. എന്നാൽ വചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്നു. ഈ വൈകിയവേളയിൽ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നവരെ എന്തെങ്കിലും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നേടിയെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അത് നമ്മുടെ മിഥ്യാബോധം അത്രേ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നമ്മൾ പ്രാപ്തരായതല്ല, അവൻ നമ്മളെ പ്രാപ്തരാക്കിയത്. ഇന്ന് രാത്രി നന്മ നീ പ്രാപിച്ചതല്ല, അവൻ തന്നതാണ്. ഇന്ന് രാത്രി നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ സാമർഥ്യം കൊണ്ടോ ഒന്നും നമ്മൾ ഈ ലോകത്തിൽ നേടിയിട്ടില്ല. എന്തിന്? നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു, നമ്മുടെ ഒരു മാസത്തെ കണക്കെടുത്തല്ല, ഒരു വർഷത്തെ കണക്കെടുത്ത് എത്ര ലക്ഷം രൂപയുടെ ഓക്സിജൻ നമ്മൾ ശ്വസിച്ചു വിടുന്നു. അതിന്റെ യഥാർത്ഥ വില അറിയണമെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുടക്കുന്ന പണത്തിന്റെ അളവനുസരിച്ച്
നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ചെയ്യുന്ന എത്ര വലിയ ഉപകാരങ്ങൾ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത്. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത്. ഇന്ന് രാത്രി ഞാൻ പറയുന്ന ഈ ദൈവത്തിന്റെ വചനം ഏതെങ്കിലും ഒരു വേർതിരിക്കപ്പെട്ട ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടിയോ ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ക്രിസ്ത്യാനി എന്ന് പേരെടുത്തവന് വേണ്ടിയല്ല, മാനവകുലത്തിനും മുഴുവനായുള്ളതാണ്. ദൈവം ആദ്യ മനുഷ്യനിൽ നിന്നും ഈ മനുഷ്യജാതിയെ മുഴുവൻ ഉളവാക്കിയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിനകത്തുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ മർമ്മങ്ങൾ മുഴുവൻ ജനത്തിനുള്ളതാണ്. ബൈബിൾ പറയുന്നു, സ്വന്തത്തിലേക്ക് ഒന്നും സ്വന്തമായവരനെ കൈക്കൊണ്ടില്ല. ജാതീയ വ്യവസ്ഥയിൽ നമ്മൾ പുറംപറമ്പിൽ കിടന്ന് നമ്മളെ കർത്താവായ യേശു ക്രിസ്തു മക്കളും പ്രിയ മക്കളുമാക്കി നമ്മുടെ മാറോട് ചേർത്തു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരനെ കൈക്കൊള്ളാതെ മാറിപ്പോയപ്പോൾ പുതിയ നിയമത്തിൽ ഇസ്രായേലായ ദൈവം നമ്മളെ വീണ്ടെടുത്തു. അവൻ എന്തിനാണ് നമ്മളെ വീണ്ടെടുത്ത് എന്ന് ചോദിച്ചാൽ, കാൽവറിയിൽ ഒഴുക്കിയ രക്തം നമ്മുടെ പാപത്തിന്റെ കറകളെ മുഴുവൻ കഴുകിക്കളഞ്ഞു. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത അളവിൽ പാപത്തിന്റെ കറ മാനുഷിക ജീവിതത്തിൽ പറ്റിപ്പിടിച്ചപ്പോൾ യേശു കർത്താവ് തന്റെ തങ്കനിണത്താൽ വിശുദ്ധിയുടെ രക്തത്താൽ നമ്മളെ അവൻ കഴുകി. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കൊരിന്ത്യർ ലേഖനത്തിൽ കൂടെ വ്യക്തമായ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുമ്പോൾ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. വീണ്ടും പറഞ്ഞു, അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, സ്തോത്രം, അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കുന്നു. അക്ഷരം കൊല്ലുന്നു. എന്താണ് അക്ഷരം കൊല്ലുക? 40 ദിനരാത്രങ്ങൾ യഹോവയാകുന്ന ദൈവത്തിന്റെ കൂടെ ഭക്തനായ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ പോയി സ്വർഗത്തിലെ ഹെവൻലി ഫാദർ, സ്വർഗീയ പിതാവിന്റെ കൂടെ യഹോവയാകുന്ന ദൈവത്തിന്റെ കൂടെ പോയിരുന്ന് ദൈവത്തിന്റെ തേജസ് പ്രാപിച്ചു പ്രാർത്ഥിച്ചു മടങ്ങി വന്ന മോശയുടെ കൈകളിൽ ദൈവത്തിന്റെ ചില നിയമത്തിന്റെ കൽപ്പലകൾ കൊടുത്തുവിടാനിടയായി. കല്ലിൽ തീർത്ത കൽപ്പലകൾ, മിസ്രൈമിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവത്തിന്റെ നീതി, അതതിന്റെ നീതി പോലെ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കൽ പോയി മടങ്ങി വന്ന, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മോശ എന്ന പ്രവാചകൻ, അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ. ഹല്ലേലൂയ. ആ മധ്യസ്ഥന്റെ കയ്യിൽ കൊടുത്തിട്ട കല്ല്, സ്തോത്രം, കല്ലിൽ കൊത്തിയ ചില നിയമങ്ങൾ. അതാണ് സ്തോത്രം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അക്ഷരത്തിന്റെ ശുശ്രൂഷന്മാരല്ല, അക്ഷരം കൊല്ലുന്നു, ആത്മാവും ജീവിപ്പിക്കുന്നു. ഇന്ന് രാത്രി അക്ഷരം കൊല്ലുന്നു. നയപ്രമാണത്തിന്റെ ഏടുകളിൽ ചില കൽപ്പനകളുണ്ട്, സ്തോത്രം. അത് ചില കൊല്ലുന്ന ചില കൽപ്പനകളുണ്ട്, കൊല്ലുന്ന ചില വാക്കുകളുണ്ട്. എന്നാൽ ആത്മാവിന്റെ ശുശ്രൂഷ അതിലും ശ്രേഷ്ഠമായാണെന്ന് ബൈബിൾ പറയുന്നു. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ 40 ദിവസങ്ങൾ യഹോവയാകുന്ന ദൈവത്തിന്റെ കൂടെ പോയി പ്രാർത്ഥിച്ച മോശ ദൈവത്തിന്റെ തേജസ് മുഖാന്തരം, ദൈവത്തിന്റെ തേജസ് പ്രാപിച്ച് നിയമങ്ങളെ, ജനത്തിനുള്ള നിയമങ്ങളുമായി 40 ദിവസത്തിന് ശേഷം മലയുടെ താഴേക്ക് പുറപ്പെടുമ്പോൾ താഴ്വാരങ്ങളിൽ വലിയ ശബ്ദം, വലിയ ശബ്ദങ്ങൾ കേൾക്കാം. താഴ്വാരങ്ങളിൽ കേട്ട ശബ്ദം ജയിച്ച ജയാളിയുടെ ശബ്ദമല്ല, പരാജയം അനുഭവിച്ച ഒരു പറ്റം സമൂഹത്തിന്റെ ശബ്ദമല്ല. അന്യദൈവത്തെ ആരാധിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തെ മറന്ന് അന്യദൈവത്തെ ആരാധിക്കുന്ന ശബ്ദമാണ് താഴ്വാരങ്ങൾ കേട്ടത്. എന്നാൽ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച, ആ ചെങ്കടലിനെ വിഭാഗിച്ച് വിടുവിച്ച ദൈവത്തിന്റെ നന്മ ഒത്തിരി അനുഭവിച്ച ഈ ജനം അല്പസമയം, ചില മണിക്കൂറുകൾ അവരെ നടത്തിയവൻ വഴിമാറിയപ്പോൾ ജീവിക്കുന്ന യഥാർത്ഥ ദൈവത്തിൽ നിന്ന് പിന്മാറി അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണങ്ങളെല്ലാം ഉരുക്കി അഹരോന്റെ സാന്നിധ്യത്തിൽ ഒരു കാളക്കിടാവിനെ ഉണ്ടാക്കി, കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ദൈവത്തിന് വിരോധമായി അന്യദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ കോപത്തെ വന്ന് വർദ്ധിപ്പിച്ചു. എന്നാൽ ഭക്തൻ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് ആരാധിച്ച് എഴുന്നേറ്റ് മടങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച സങ്കടകരമായ കാഴ്ചയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ അവസ്ഥ തന്റെ ഭക്തനെ വളരെ വേദനിപ്പിച്ചു. ഒരു കൽപ്പന ഉടച്ച് ഈ ജനത്തിന് കൊടുത്തു. ബൈബിൾ പറയുന്നു, താഴ്വാരങ്ങളിൽ മരിച്ചു വീണ ജനത്തിന്റെ സംഖ്യ ഏകദേശം 3000-ഓളം പേർ വരും. ആ ദൈവകോപത്തിന്റെ ന്യായവിധി ആ ജനത്തിന്മേൽ വ്യാപരിച്ചപ്പോൾ 3000 എണ്ണം താഴ്വാരങ്ങളിൽ പട്ടുപോയി.
അത് അക്ഷരത്തിന് ശുശ്രൂഷയാണ്. ബൈബിൾ വ്യക്തമായി പറയുന്നു, പുതിയ നിയമത്തിൽ പത്രോസ് ആത്മനിറവിൽ ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവിൽ ശുശ്രൂഷ വെളിപ്പെട്ടപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നത് 3000-ഓളം ജനസമൂഹമായിരുന്നു. ബൈബിൾ വ്യക്തമാക്കുന്നു, അക്ഷരം കൊല്ലുന്നു. ആ കൊല്ലുന്ന അക്ഷരത്തിന്റെ ശുശ്രൂഷ ജനത്തെ താഴ്വാരങ്ങൾ മുടിച്ചു കളഞ്ഞപ്പോൾ, പത്രോസ് ആത്മനിറവിൽ ശുശ്രൂഷിച്ചപ്പോൾ 3000 എണ്ണം ഈ ലോകത്തിന്റെ നികൃഷ്ടതയിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവിന്റെ കരത്തിലേക്ക് രക്ഷിക്കപ്പെടുവാനിടയായി. ഇന്ന് രാത്രി കൊല്ലുന്ന അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, മറിച്ച് ആത്മാവിന്റെ പുത്തൻ ശുശ്രൂഷയാണ് സ്വർഗം നമുക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. സ്തോത്രം. ആത്മാവാം ദൈവം ഇന്ന് രാത്രിയിൽ നിന്റെ അടുക്കൽ വരുമ്പോൾ നിന്റെ സങ്കടങ്ങളെയും നിന്റെ വേദനകളെയും നിന്റെ ഭാരങ്ങളെയും നിന്റെ ശൂന്യതകളെയും തിരിച്ചറിയുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവാണ്. അവൻ ഭോഷ്ക് പറയത്തില്ല, അവൻ വാഗ്ദത്തം ചെയ്താൽ അവൻ വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ഒത്തിരി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിരിക്കാം, പ്രശസ്തന്മാരുടെ പ്രസംഗങ്ങള്, ലോകത്തിൽ 1000 പ്രസംഗങ്ങള്, 1000 അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം മറന്നു പോകല്ല, അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത് ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. നീ രക്ഷ പ്രാപിക്കാൻ, നീ വിടുതൽ പ്രാപിക്കാൻ, നീ നന്മ പ്രാപിക്കാൻ, നിന്റെ നിരാശ മാറുവാൻ, നിന്റെ ശൂന്യത മാറുവാൻ, നിന്റെ രോഗക്കിടക്ക മാറ്റുവാൻ. കാരണം ഇത് മാറ്റുവാൻ കഴിവുള്ള ഏക സത്യദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ അനാദിയും ശാശ്വതമായിരുന്നു. ലോകത്തിലെ അനേകർക്ക് അനേക കണക്ക് പറയാനുണ്ടെങ്കിലും അതിനെല്ലാം ലോകത്തിൽ ഒരു കണക്കുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു അവൻ അനാദിയും ശാശ്വതമായിരുന്നു. ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇന്ന് രാത്രി എന്റെ കർത്താവിന് വിടിവിപ്പാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഇന്ന് രാത്രി നിന്റെ കടക്കണി മാറ്റുവാൻ എന്റെ കർത്താവ് പരമസമ്പന്നനാണ്. ഇന്ന് രാത്രി നിന്റെ ക്യാൻസറിന് മേൽ എന്റെ കർത്താവ് സൗഖ്യമാക്കാൻ അവൻ സൗഖ്യദായകനാണ്. ഇന്ന് രാത്രി നിന്റെ നിരാശയെ മാറ്റുവാൻ അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ, ഗ്രാമങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ നിന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടിയാ ഇന്ന് രാത്രി ഈ മെസ്സേജ് സ്വർഗം ഒരുക്കിയത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവിപ്പിക്കുന്ന വചനം, ജീവനും ചൈതന്യമുള്ള വചനം. ആത്മാവിന്റെ ശുശ്രൂഷ എത്ര അത്ഭുതകരമായി, എത്ര അത്ഭുതകരമായി ജനത്തെ വഴി നടത്തുന്നു. ഇന്ന് രാത്രി ഈ ആത്മാവിന്റെ ശുശ്രൂഷ നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വീണ്ടും നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 15-ാമത്തെ വാക്യം. 6 ദിവസം വേല ചെയ്യണം, എന്നാൽ 7-ാം ദിവസം സ്വസ്ഥമായ ശബത്തായി യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. ആരെങ്കിലും ശബത്ത് നാളിൽ വേല ചെയ്താൽ അവന് മരണശിക്ഷ അനുഭവിക്കണം. ഇത് പഴയ നിയമത്തിന്റെ ഒരു ക്ലോസ് ആണ്. പ്രൈസ് ദി ലോർഡ്. പറയുന്നു, എന്നാൽ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു 6 ദിവസം വേല ചെയ്യണം. 6 ദിവസം നമ്മൾ വേല ചെയ്യണം. എന്നാൽ 7-ാം ദിവസത്തിന് ശബത്തായി അവർ ആചരിക്കണം. അതിനെ ഒരിക്കലും അശുദ്ധമാക്കാൻ പാടില്ല. അശുദ്ധമാക്കിയാൽ അവന് കൊടുക്കുന്നത് മരണശിക്ഷ, അവനെ കൊല്ലണം. അക്ഷരം കൊല്ലുന്നു എന്ന് ഞാൻ അല്പം മുമ്പേ പറഞ്ഞു. ഇത് അക്ഷരം കൊല്ലുകയാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അടിച്ചാൽ തിരിച്ചടിക്കുന്നു, കൊന്നാൽ തിരിച്ചു കൊല്ലുന്നു, വെട്ടിയാൽ തിരിച്ചു വെട്ടുന്നു. കരുണയില്ലാത്ത, ദയയില്ലാത്ത, ന്യായപ്രമാണത്തിന്റെ ഏടുകളിനകത്ത് കൊല്ലുന്ന ചില പ്രമാണങ്ങൾ വെച്ചിരിക്കുന്നു. 6 ദിവസം വേല ചെയ്തോ, 7-ാമത്തെ ദിവസം ശബത്തിനെ അശുദ്ധമാക്കല്ല. ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്. എന്നാൽ ഇത് മരണ ശുശ്രൂഷയായിട്ട് മാറുമ്പോൾ, ഹല്ലേലൂയ, ബൈബിൾ പറയുന്നു അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഒരു കൊല്ലുന്ന ദൈവത്തെയല്ല ഞാൻ പരിചയപ്പെടുന്നത്. യഹോവയാകുന്ന കൊല്ലുന്ന ദൈവമാണെന്ന് ജനത്തിന്റെ ഇടയിൽ ഒരു അപശ്രുതി പറയുമ്പോൾ, അവൻ കൊല്ലുന്ന ദൈവമായിരുന്നെങ്കിൽ പഴയ നിയമത്തിൽ ഒറ്റ ഭക്തന്മാരെ കാണത്തില്ല. പഴയ നിയമത്തിൽ ശക്തന്മാരായ ഒത്തിരി പേര് കാണത്തില്ല. ഈ ഭൂമിയുടെ വരപ്പിൽ ഒറ്റ മനുഷ്യൻ പോലും കാണത്തില്ല. അവൻ കൊല്ലുന്ന ദൈവമായിരുന്നെങ്കിൽ, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയായിരുന്നെങ്കിൽ ഏദനിൽ ആദ്യത്തെ ദൈവത്തിന് ന്യായവിധി സംഭവിച്ചേനെ. ദൈവത്തിന്റെ ന്യായവിധി ആദിമ മാതാപിതാക്കൾ അനുസരണക്കേട് സംഭവിച്ചപ്പോഴേ അവർക്ക് വേണ്ടി അത് ചെയ്തെടുക്കാമായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച ലൂസിഫറിനെ ദഹിപ്പിക്കുന്ന അഗ്നിയോടുകൂടി അവൻ ദഹിപ്പിക്കുന്ന, ശിക്ഷിക്കുന്ന ഒരു ദൈവമായി തന്നെ അവർ മുമ്പിൽ വെളിപ്പെട്ടു. അതുകൊണ്ടാണ് അവനെ വെട്ടി താഴെയിട്ടത്. ദൈവത്തെ ആരാധിച്ച,
ദൈവത്തെ ആരാധിച്ച ആർക്കേഞ്ചലായ സ്തോത്രം ഈ ഏഞ്ചൽസ് ദൈവത്തിന്റെ സ്ഥാനം ആഗ്രഹിച്ചപ്പോൾ കാരണം കൂടാതെ അവൻ തകർത്താരപ്പെടുവാനിടയായി. പക്ഷേ സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം സ്വരൂപത്തിലും ആ നിർമ്മിക്കപ്പെട്ട മനുഷ്യനായ ആദിമ മാതാപിതാക്കളെ തകർത്ത് കളയുവാൻ സ്വർഗത്തിലെ കർത്താവിന് ഇഷ്ടം തോന്നിയില്ല. കാരണം അവന്റെ സാദൃശ്യത്തിലും അവന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചതുകൊണ്ട് വില കൊടുത്താ സൃഷ്ടിച്ചത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുമ്പോഴും വില കൊടുത്താ സംസാരിക്കുന്നത്. ഇന്ന് രാത്രി നീ കേൾക്കുമ്പോഴും വില കൊടുത്ത് കേൾക്കണം. നിന്റെ ശാപത്തിന്റെ കെടുതികളും എല്ലാ രോഗക്കെടുതികളും നിന്റെ എല്ലാ സ്തോത്രം മരണദൂതന്റെ അനുഭവങ്ങളും എല്ലാ പ്രാണഭയങ്ങളും എല്ലാ ശൂന്യതകളും ഇന്ന് രാത്രി ആത്മാവാം ദൈവം ജീവിപ്പിച്ച് നിന്നെ പുത്തൻ വഴിയിലേക്ക് നടത്തുവാൻ പ്രാപ്തരാണ്. സ്തോത്രം. ഇതിനകത്തെല്ലാം സ്തോത്രം പഴയ ന്യായപ്രമാണങ്ങൾ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ന്യായവിധി അരങ്ങേറുമ്പോൾ സ്തോത്രം ഇന്ന് രാത്രി ആത്മാവിന്റെ പുത്തൻ ശുശ്രൂഷകന്മാരായി സ്വർഗം നമ്മളെ മാറ്റി. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനത്തിനകത്ത് ഹല്ലേലൂയ വ്യക്തമായി വീണ്ടും പറയുന്നു. അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ വീണ്ടും സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ 9-ാം വാക്യത്തിൽ പറയുന്നു സ്തോത്രം ഈ ജനത്തിന്റെ അതിക്രമ നിമിത്തം പിതാവാം ദൈവത്തിന് ജനത്തോട് കോപം ചലിച്ചു. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശയിൽ കൂടി ദൈവം സംസാരിക്കുകയാണ്. ജനത്തെ നിഗ്രഹിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ അവിടെ വ്യക്തമായ ചില വാക്കുകൾ വെളിപ്പെടുത്തുന്നു. ഞാൻ വേഗത്തിൽ ആ വാക്കുകൾ വായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക എന്ന് യഹോവയാകുന്ന ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ജനത്തിന്റെ പാപനിമിത്തം ജനത്തെ മുടിച്ചു കളയുവാൻ സൃഷ്ടിപ്പിന്റെ ദൈവം സ്തോത്രം പദ്ധതി തയ്യാറാക്കിയപ്പോൾ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ പറയുന്നു, സ്തോത്രം വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചത്. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ സ്വർഗത്തിലെ ദൈവത്തോട് ഇപ്പോൾ അപേക്ഷിക്കുകയാണ്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? മലകളിൽ വെച്ച് കൊന്നുകളയുവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കുവാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയെന്ന് മിസ്രൈമിനെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള അനർത്ഥത്തിൽ കുറിച്ച് അനുദപിക്കണമേ. നിന്റെ ദാസനായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്ക് അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ ജനം പാപം ചെയ്തപ്പോഴും ജനത്തെ നശിപ്പിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചാലും ഏൽപ്പിച്ച ഭക്തന്റെ പ്രാർത്ഥനയും അവന്റെ ഇടിവിൽ നിന്നുള്ള നിലവിളിയും സ്തോത്രം ആ ജനത്തെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനിടയായി. സ്തോത്രം. യഹോവേ, പിതാവേ, നീ പണ്ട് ചെയ്ത വാഗ്ദത്തങ്ങളെ ഓർക്കണമേ. സ്തോത്രം. പഴയ നിയമത്തിന്റെ പല സ്തോത്രം നിയമങ്ങളും പല സാധ്യതകളും മരണത്തിന് ശുശ്രൂഷയായിട്ട് മാറുമ്പോൾ സ്തോത്രം മഹാകരുണ തോന്നി വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ സ്തോത്രം ആത്മാവും ജീവിപ്പിച്ചുകൊണ്ട് അതൊരു പുത്തൻ വഴിയിലേക്ക് വേർതിരിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എത്ര ശക്തമായി ഇന്ന് രാത്രി നമ്മളെ ജീവിപ്പിക്കുന്നു. വീണ്ടും സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 8-ാം അധ്യായം അതിന്റെ 6 മുതൽ വാക്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. അവനോ വിശേഷയേറിയ വാഗ്ദത്തങ്ങളുമേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ ശ്രേഷ്ഠതയ്ക്ക് ഒത്തവണ്ണം വിശേഷമേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നെങ്കിൽ രണ്ടാമത്തിന് ഇടം അന്വേഷിക്കില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ടു ചെയ്തു, സ്തോത്രം, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയ നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. സ്തോത്രം. ഒന്നാമത്തെ നിയമം അക്ഷരത്തിൽ കൊത്തിവെച്ചത് സ്തോത്രം മാറ്റം വരുന്നതല്ലായിരുന്നെങ്കിൽ, മാറ്റം വരേണ്ടതല്ലായിരുന്നെങ്കിൽ രണ്ടാമത്തെ സ്തോത്രം നിയമത്തിന് സാധ്യതയില്ലായിരുന്നു. ബൈബിൾ പറയുന്നു, അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നെങ്കിൽ ജീവിപ്പിക്കുന്ന ആത്മാവത്രേ. ആദ്യത്തെ നീങ്ങിപ്പോകുന്നു, രണ്ടാമത്തത് ആത്മാവിന്റെ സാന്നിധ്യമോ ഹാലൂയ മാറ്റം ഭവിക്കത്തില്ല. ഇന്ന് രാത്രി സ്തോത്രം ആത്മാവിന്റെ പുത്തൻ ജീവൻ നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ,
വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഇന്ന് രാത്രി സ്ഥാപിച്ചെടുക്കട്ടെ. ഹല്ലേലൂയ. അവൻ അക്ഷരത്തിന്റെ ശുശ്രൂഷകനല്ല, ആത്മാവിന്റെ ശുശ്രൂഷകനാണ്. ഇന്ന് രാത്രി ആത്മാവന്തയും നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ കിടക്കയിലേക്ക്, നിന്റെ ജോലി മണ്ഡലത്തിലേക്ക്, നിന്റെ ആയിരിക്കുന്ന സ്ഥാനത്തിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി റിസീവ് ചെയ്യാൻ പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിന്റെ പാണ്ഡിത്യത്തിൽ നീ നോക്കണ്ട, സ്തോത്രം. ഈ ലോകത്തിന്റെ ക്വാളിറ്റി നീ നോക്കണ്ട. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിനകത്ത് പൊതിഞ്ഞു വരുന്ന ആ പുത്തൻ വെളിപ്പാട്, ആ പുത്തൻ ശക്തി ഇന്ന് രാത്രി ജീവിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അവസ്ഥ കർത്താവിന് വിഷയമല്ല ദൈവത്തിന്റെ പൈതലേ. നിന്റെ സങ്കടമോ നിന്റെ കാലത്തിന്റെ പഴക്കമോ ലോകത്തിലെ മനുഷ്യന്റെ വാക്കോ എന്റെ കർത്താവിന് വിഷയമല്ല. ഹല്ലേലൂയ. വിശേഷമായ ദൈവിക പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കാമോ? ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നിന്നെ തൊടാൻ പോവുകയാണ്. വിശ്വസിക്കാമോ? സ്തോത്രം. ലോകം മെഡിസിൻ അതിർത്തി പറയട്ടെ, ഇനി അസാധ്യമെന്ന് പറയട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ പഠിച്ചതിന് അപ്പുറമായി പ്രവർത്തിക്കുന്ന യഥാർത്ഥ സൃഷ്ടിപ്പിന്റെ സകല ജീവന്റെ ഉടമസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവ. അവനാണ് മണ്ണിൽ നിന്ന് മനുഷ്യനെ കുഴച്ചുണ്ടാക്കിയത്. അവനറിയാം ഓരോ അവയവങ്ങളുടെ പ്രവർത്തനം. സകല ജീവിത മണ്ഡലത്തെയും, ശൂന്യമായിരുന്ന സകല ജീവിത മണ്ഡലത്തെയും പുത്തനാക്കുവാൻ അവന് കഴിയും. അവൻ ഉടയ്ക്കുവാൻ കഴിയും, അവന് വാർക്കുവാൻ കഴിയും, മെനയുവാൻ കഴിയും, നിർമ്മിക്കുവാൻ കഴിയും. അവനോട് ചോദിക്കുവാൻ ആരുമില്ല. ഈ ലോകത്തിലെ എല്ലാ നിയമങ്ങളും സാധ്യതകളും എല്ലാ അവകാശങ്ങളും എല്ലാ ആഗ്രഹങ്ങളും, സ്തോത്രം, എല്ലാത്തിനും സാധ്യതയുണ്ട്. എന്നാൽ എല്ലാത്തിനും പരിധിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിധി കൂടാതെ പ്രവർത്തിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് വെക്കാമോ? യേശുവിന്റെ അടുക്കിലേക്ക് നീ ചെല്ലാമോ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നമ്മളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. ഇന്ന് രാത്രി പ്രാപ്തരായെങ്കിൽ പുതിയ നിയമത്തിന്റെ ആത്മാവ് ജീവിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളെ പുതിയതാക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കാമോ? നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. വിശ്വാസമുണ്ടെങ്കിൽ ഈ TV സ്ക്രീനിലേക്ക് നിങ്ങളുടെ കരങ്ങളെ നീട്ടിയാണ്. ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവരുടെ പ്രശസ്തിയല്ല, പ്രസംഗിക്കുന്നവരുടെ വാക്ക് സാമർഥ്യമല്ല. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തൊടാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ലോക രാജ്യങ്ങളിൽ നിന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രി വിശ്വാസമുണ്ടെങ്കിൽ എന്റെ കർത്താവ് നിങ്ങൾ തൊടട്ടെ. പരിശുദ്ധ പ്രിയ പിതാവേ, തൃക്കരത്തിലേക്ക് ഈ ജനത്തെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേട്ട ഈ ദൈവജനത്തോട് വ്യക്തമായി ഇടപെടണേ. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി രോഗബന്ധനങ്ങൾ എന്റെ യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യമാകട്ടെ കർത്താവേ. സമാധാനമില്ലാതെ ഇന്ന് രാത്രി ഒത്തിരി പേരെ കേൾക്കുന്നു കർത്താവേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനത്തിന്റെ ആഴമേറിയ അളവ് ഈ ജനത്തെ ജീവിപ്പിക്കട്ടെ കർത്താവേ. നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തലമുറയ്ക്ക് വേണ്ടി നാളുകളായി, മാസങ്ങളും വർഷങ്ങളുമായി നിലവിളിച്ച് ഉപവസിക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നന്മ കാണുവാൻ ദിനരാത്രങ്ങൾ കഴിയും മുമ്പ് ദൈവത്തിന്റെ മഹാപ്രവൃത്തി, യേശു ക്രിസ്തുവിന്റെ മഹാദയ ഈ കുടുംബത്തിന്മേൽ വെളിപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ. ഒരു 3 മാസം കർത്താവേ, ദൈവത്തിന്റെ നീതിയുടെ കരം അത്ഭുതം എന്നാണ്. എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തതിന്, തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന പറയത്തക്ക അളവിൽ ഒരത്ഭുതം സംഭവിക്കേണ്ട കർത്താവേ. താവേ, രാജ്യങ്ങളിൽ നിന്നെ കേൾക്കുന്ന താവേ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവേ, ഒരു ദൈവപ്രവൃത്തി എന്റെ മുമ്പിൽ വെളിപ്പെടുന്നില്ലോ എന്നോർത്ത് കഴിഞ്ഞ കർത്താവേ, കഴിഞ്ഞ 3.5 വർഷങ്ങളായി ഒന്ന് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൽ ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ കേൾപ്പിക്കുന്നു. കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടട്ടെ, അത്ഭുതത്തിന്റെ കരം വെളിപ്പെടട്ടെ. അത്തരം പൈതങ്ങളോട് പ്രാർത്ഥിക്കുന്നു, മൂത്ത പൈതലിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നിയോഗം അവന്റെ മേൽ ഇറങ്ങേണ്ടി കർത്താവ്. ദൈവത്തിന്റെ ആത്മാവ് സകല വ്യക്തികളെ ഇന്ന് രാത്രി തൊട്ട് ഒരു അത്ഭുതത്തിന്റെ മറുപടി ഇപ്പോൾ റൂമിൽ അവരായിക്കുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടത് കേൾക്കുവാൻ സ്വർഗം സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. സംഭവിച്ചതിനായി സ്തോത്രം ചെയ്തു. ജീവിപ്പിക്കുന്ന ആത്മാവ് ഇന്ന് രാത്രി ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിനായി സ്തോത്രം. സ്വർഗം പ്രാർത്ഥന കേട്ടല്ലോ, മറുപടി കൽപ്പിച്ചല്ലോ, അത്ഭുതങ്ങൾ കർത്താവ് ഇറക്കിക്കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ മഹത്വമുള്ള വചനം ജീവിപ്പിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിച്ച ദൈവത്തിന്റെ വചനം നിങ്ങളെ ജീവിപ്പിക്കാൻ പോകുന്നു. വിശ്വാസമുണ്ടെങ്കിൽ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. അതിന്റെ 11 പറഞ്ഞില്ലേ, സ്തോത്ര. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുക. നീ കാണാത്തിന്റെ കൺമുമ്പിൽ കാണുന്ന വിശ്വസിക്കേണ്ട. കാണാത്തൊന്നും അപ്പുറം ആത്മകണ്ണാൽ ദർശിക്കുമെങ്കിൽ ഇന്ന് രാത്രി അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. നിന്റെ രോഗം മാറിക്കഴിഞ്ഞു. നിനക്ക് വേണ്ടി സ്വർഗം വഴിയൊരു കഴിഞ്ഞു. അവസ്ഥ ഇത് വ്യക്തികൾ മാറ്റുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പ്രവർത്തി തുടങ്ങിക്കഴിഞ്ഞു. വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വം നിങ്ങളെ അനുഭവിക്കുക. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളെ വിളിക്കുക. പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ജനം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇമെയിലിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചു തരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ താല്പര്യപ്പെടുന്നു. അതുപോലെ മുണ്ടിയപ്പള്ളിയുള്ള പ്രൈസ് ഓഫ് ഹെവൻ ചർച്ചിൽ എല്ലാ വിശുദ്ധ പകൽക്കാലം 8 തൊട്ട് 9 മണി വരെ, 9:30 വരെ ഇംഗ്ലീഷ് വർഷിപ്പും, 10 മണി മുതൽ
1 മണി വരെ മലയാളം വർഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദൈവജനത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വരുവാൻ താല്പര്യമുള്ള എല്ലാ ദൈവജനും താഴെക്കാരന്റെ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സ്തോത്ര വഴി ആ ക്രമീകരണങ്ങളെല്ലാം തയ്യാറാക്കുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വരുന്ന എപ്പിസോഡിൽ കാണുമ്പോഴേയും ഇമ്മാനുവേലിന്റെ ചിറകൾ നിങ്ങളെ മറയ്ക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.